പള്ളിയിൽ 6:30 7 മണിക്ക് ഒരു പരിശുദ്ധ ബലി അർപ്പിക്കപ്പെടുമ്പോ സ്വർഗത്തിലെ സാന്നിധ്യം ഒരിക്കൽ കൂടി ആ ബലിപീഠത്തിലേക്ക് വരികയാണ്. ഈശോ വന്ന് ഇറങ്ങി നിന്ന സ്ഥലമാണ്. അവിടെ ആ ബലി അർപ്പിക്കുന്ന 1 മണിക്കൂർ 1.5 മണിക്കൂർ മാത്രമല്ല, അവിടെ നിങ്ങൾ ഒരുമിച്ച് ബലിയർപ്പിക്കുന്ന ഒരു പുരോഹിതൻ അവിടെ നിൽക്കുന്ന സമയം മാത്രമല്ല, ആ ദേവാലയത്തിൽ എപ്പോഴും ഈശോയുടെ സാന്നിധ്യം ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കൊരു സങ്കടം വന്നാൽ ഓടി ചെല്ലണം. നിങ്ങൾക്ക് ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് ഒരു വിഷമം വന്ന ഓടിച്ചെല്ലാൻ ഒരു ധ്യാനഗുരു ഇല്ലാത്ത കാലം വരും. നിങ്ങളെ സഹായിക്കാൻ ഒരു കൗൺസിലർ ഇല്ലാത്ത കാലം വരും. നിങ്ങളെ കൈപിടിച്ച് നടത്താൻ ഒരു ഗുരുസ്ഥാനത്തുള്ള ഒരാൾ ഇല്ലാത്ത സമയം വരും. ഇല്ലാതെ നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഗുരു, നിങ്ങളുടെ നാഥൻ, നിങ്ങളുടെ കർത്താവ്, നിങ്ങളുടെ ഏക സത്യദൈവം ഇറങ്ങി നിൽക്കുന്ന ദേവാലയത്തെ മറന്ന് നിങ്ങൾ എങ്ങോട്ട് ഓടാനാണ്? പറഞ്ഞേ ഹല്ലേലൂയ. എന്ത് സങ്കടം വന്നാലും കൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, എന്ത് വിഷമങ്ങൾ, ഒരു പാപം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു, വീട്ടിലൊരു പ്രശ്നം നിങ്ങളെ അലട്ടുന്നു, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഇനി എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ആകെ കുഴഞ്ഞ് മറിഞ്ഞ് ചീഞ്ഞൊരു ജീവിതം. ഓടിപ്പോ ദേവാലയത്തിലേക്ക്. ബലിയർപ്പിക്കപ്പെട്ട ഒരു ദേവാലയത്തിൽ നിന്ന് കർത്താവ് ഒരിക്കലും ഇറങ്ങിപ്പോകത്തില്ല. ആരാധന നടക്കുന്ന ഒരു ദേവാലയം മ്യൂസിയം ആവത്തില്ല. ആരാധന നടക്കുന്ന ഒരു ആലയം കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന സ്വർഗീയ ജെറുസലേമായിട്ട് തിളങ്ങി വിളങ്ങി തന്നെ നിൽക്കും. പറഞ്ഞേ ഹല്ലേലൂയ. Download ShareChat.